കൊല്ലത്ത് മുണ്ടക്കലിൽ ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടമുണ്ടായി. അങ്കണവാടിയുടെ മേൽക്കൂരയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഷീറ്റ് തകർന്നു വീണു. സമീപത്തെ വീടുകൾക്കും നേരിയ കേടുപാടുണ്ടായി. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് അപ്ഡേറ്റുമായി ചേരുന്നു. സൂര്യ, ഗുഡ് മോർണിംഗ്, പറയും. ഗുഡ് മോർണിംഗ് SKN. മുണ്ടക്കൽ പാപനാശത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ട് വലിയ കാറ്റാണ് വീശിയടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കടലിൽ നിന്നും തിരകൾ ചുഴറ്റിയെത്തിയ കാറ്റ് തീരത്തേക്ക് ആഞ്ഞു വീശുകയായിരുന്നു എന്നുള്ളതാണ്. വ്യാപക നാശനഷ്ടം ഉണ്ടായി. പല വീടുകളുടെയും ജനലുകൾ, മരച്ചില്ലകൾ വീണ് തകരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്നത് മുണ്ടക്കൽ ഈസ്റ്റ് കളിയിക്കൽ കടപ്പുറത്തെ അംഗൻവാടിയിലാണ്. 160 നമ്പർ അംഗൻവാടിയിലാണ്. ഇവിടെ നമുക്ക് കാണാം ഈ മേൽക്കൂരയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഷീറ്റ് അത് ഭാഗികമായിട്ടും തകർന്നു വീണ സാഹചര്യം ഉള്ളത്. ഇവിടെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. ഈ കാറ്റ് ആഞ്ഞടിക്കുന്ന സമയത്ത് തന്നെ ഈ സമീപത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഓടി വീടിനുള്ളിൽ കയറിയത് കൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ വേണം നമ്മൾ പറയേണ്ടത്. രാത്രിയാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് ഈ അംഗൻവാടിയിൽ എത്തുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കും വലിയ അപകടം ഒന്നും ഉണ്ടായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ പല ഭാഗങ്ങളും തുരുമ്പിച്ച നിലയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ തന്നെ അടർന്ന് വീണിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാണുന്ന വഴിയിലൂടെ അതിനപ്പുറത്ത് നിരവധി വീടുകളുണ്ട്. അവിടെ ആളുകൾക്ക് ആ വീട്ടിന്റെ ഉള്ളിൽ പോലും കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ ഷീറ്റ് അത് വഴി മുടക്കി തകർന്നു വീഴുന്ന സാഹചര്യമുണ്ട്. ഇവിടുത്തെ ആളുകൾ തന്നെയുണ്ട്. വലിയ അപകടമാണോ? വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായൊരു അപകടം ഒഴിവായത്. കാര്യം കുഞ്ഞു മക്കളില്ലാത്ത സമയത്താണ് ഇത് സംഭവിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പേർക്ക് ഒരുപാട് അപകടം പറ്റിയാണ്. പക്ഷേ ഇതുപോലെ കട്ടിയുള്ള വയറായതുകൊണ്ട് ഷോർട്ടേജ് ആവാതെ രക്ഷപ്പെട്ട് കുറേ പേര്. അല്ലെന്നുണ്ടെങ്കിൽ പണി പാളിയാണ്. എത്ര കുട്ടികളാണ് പഠിക്കുന്നത്? ഇവിടെ 10-12 പിള്ളേരുണ്ട്. ഇവിടെ ഈ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. പിള്ളേർ വീട്ടിൽ പോയതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് 3 മണിക്കൊക്കെയാണ് 2:30 മണിക്കൊക്കെയാണ് നടന്നുണ്ടെങ്കിൽ പിള്ളേർക്കെല്ലാം പണി അപകടം പറ്റിയാണ്. ശക്തമായിട്ട് കാറ്റാണോ ഇന്നലെ? കാറ്റ് വന്ന് തീ പോലെ വന്ന് തീ കണ്ട് ഞങ്ങൾ വിളിച്ചു പോകുമായിരുന്നു. ആർക്കും പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റിയില്ല. ഈ വീടിന് നഷ്ടം. പിന്നെ ഈ മതിലുകൾ മൊത്തം ഇടിഞ്ഞു വീണ്. പിന്നെ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? കാറ്റായുണ്ട്. കാറ്റാണുള്ളത്. കേടുപാടുകളുണ്ടോ വീട്ടിൽ? എന്താ സംഭവിച്ചത്? അപ്പം കഴിഞ്ഞാൽ വീടിലെ ഇതോട് ചില്ല് പൊട്ടി മരം ഒരു മരം ഇവിടെ മരം വീണ്ടാത്തായിരുന്നു. ഫ്രൂട്ട്സ് വെട്ടി മാറ്റി. എൻ്റെ മോൻ്റെ പുറത്തൊരു കല്ല് വന്നടിച്ച്. അങ്ങനെ ചെറിയ രീതിയിലുള്ള പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ആളുകൾ പെട്ടെന്ന് തന്നെ വീടിനുള്ളിലേക്ക് കയറിയത് കൊണ്ട് വലിയ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അംഗൻവാടിയുടെ ഈ മേൽക്കൂരയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഷീറ്റാണ് അത് ഭാഗികമായിട്ടും തകർന്നു വീണു എന്നുള്ളതാണ്. അത് പകുതി ഭാഗവും തുരുമ്പിച്ചിരിക്കുന്നതൊക്കെ കാണാൻ കഴിയും. അതുകൂടിയാണ് ഈ തകർന്നു വീഴാനുള്ള കാരണം എന്നതുകൂടി എടുത്തു പറയണം എന്നുള്ളതാണ്. എന്തായാലും വൈകിട്ട് ഓടെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് കുട്ടികളാരും തന്നെ ഉണ്ടായിരുന്നില്ല, അധ്യാപകരാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ അപകടം തന്നെയാണ് ഒഴിവായത് എന്നുള്ളത് നമുക്ക് പറയണം. മറ്റ് വീടുകൾക്കൊക്കെ പല സ്ഥലങ്ങളിലും ഈ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കല്ലൊക്കെ പുറത്ത് വീണ്, മരച്ചില്ലകളൊക്കെ പുറത്ത് വീണ് തരത്തിലുള്ള പരിക്കുകൾ മാത്രമാണ് ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ കാറ്റാണ് ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ആഞ്ഞു വീശിയിട്ടുണ്ടായിരുന്നത്. കൊല്ലം ജില്ലയിൽ ഇന്നിപ്പോൾ യെല്ലോ അലേർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നാളെ ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നാളെയോടെ കാലവർഷം എത്തും എന്നുള്ള പ്രവചനമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശം ഈ കടലോര മേഖലയിൽ ഉൾപ്പെടെ താമസിക്കുന്നവർക്ക് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ചെറിയ അനാസ്ഥയുടെ ഒരു കേടുപാടുകൾ കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത് കൂടി SKN എടുത്ത് പറയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.